വൈവാഹിക ജീവിതത്തിന്റെ പവിത്രത തലാഖ് എന്ന മൂന്നക്ഷരത്തിൽ പൊലിയുന്ന കാഴ്ചയാണ് ഇന്നലെ രാജസ്ഥാനിലെ ജോധ്പൂരിലുണ്ടായത്. തികച്ചും നാടകീയമായാണ് ഇർഫാൻ തന്റെ ഭാര്യ ഫറാഹിനെ മൊഴി ചൊല്ലിയത്. വീടിനടുത്ത റോഡിൽ നിർത്തിയാണ് ഇർഫാൻ ഭാര്യയെ തലാഖ് ചെയ്തതായി അറിയിച്ചത്. 10 വർഷം മുൻപാണ് രാജസ്ഥാൻ സ്വദേശികളായ ഇർഫാനും ഫറാഹും വിവാഹിതരായത്. വിവാഹശേഷം 5 വർഷത്തോളം ഇർഫാൻ ഫറാഹ് ദമ്പതികൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കുമൊടുവിലാണ് ഇവർക്ക് 4 വർഷം മുൻപ് ഒരു പെൺകുഞ്ഞു ജനിച്ചത്. കുഞ്ഞില്ലാത്തതിനാൽ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്ന ഫറാഹിന് മകളുടെ ജനനം ഒരു ആശ്വാസമായിരുന്നു. എന്നാൽ മകൾ ജനിച്ചതോടെ ജീവിതം നല്ല നിലയിലാകുമെന്ന ഫറാഹിനെ വിധി വീണ്ടും തോൽപ്പിച്ചു. മകളുടെ ജനനത്തിനു ശേഷം ഭർത്തൃവീട്ടുകാരുടെ പെരുമാറ്റം വളരെ ക്രൂരമായിരുന്നെന്ന് ഫറാഹ് പറയുന്നു. അതുവരെ മാനസിക പീഡനം മാത്രം സഹിച്ചാൽ മതിയായിരുന്നു എങ്കിൽ പിന്നീടങ്ങോട്ട് ശാരീരിക പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നു. തങ്ങൾക്ക് മകളെയല്ല മകനെയാണ് വേണ്ടത് എന്നായിരുന്നു ഇർഫാന്റെയും കുടുംബത്തിന്റെയും ആവശ്യം. ആൺകുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 4 വർഷം ഫറാഹിനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ ദിവസം ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഫറാഹിനെ ഭർത്തൃവീട്ടുകാർ പുറത്താക്കി. തൊട്ടു പിന്നാലെ എത്തിയ ഭർത്താവ് നടുറോഡിൽ വെച്ച് വിവാഹബന്ധം വേർപ്പെടുത്തിയതായി അവളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഫറാഹ് വീട്ടുകാരുമായി നല്ല സ്വരത്തിലായിരുന്നില്ല, അതുകൊണ്ടാണ് ബന്ധം ഉപേക്ഷിച്ചതെന്ന് ഇർഫാൻ പറയുന്നു. कोई मतलब किसी तरह की कोई इज्जत नहीं करी, ना मेरी इज्जत करी और इसके बच्चे भी नहीं हो रहे थे, तो उसके लिए हमने 5-6 लाख रुपए लगाए. बच्चा हुआ, बच्चे होने के बाद भी इसने जो हमारी इज्जत नहीं करी और घर में मेरे से रोज झगड़ा करती थी, मुझे मारती थी, कई बार मेरे पेट में लातें मारी है. उसके मेरे पास सबूत पड़ा है उसका. और माँ बाप से ही बात नहीं करती थी, मेरी बहन से ही बात नहीं करती थी. എന്നാൽ വഴിയിൽ വെച്ച് ഭർത്താവ് 3 തവണ തലാഖ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം താൻ വിവാഹമോചനത്തിന് തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ഫറാഹ് ഇപ്പോൾ. और मेरे ससुर आए, मैंने बोला पापा मुझे माफ कर दो कि नहीं हमारे ये संस्कार नहीं, तूने तेरे संस्कार ऐसे है, तेरे यूं है. मुझे अंदर मुझे और बाहर निकाल दिया. वो ताला लेके आई और फिर ताला लगा दिया. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.